ഹലോ ഗായ്സ്, എല്ലാവർക്കും എക്സ്പെക്റ്റീവ് മോട്ടോഴ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളല്ല സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ട്രാക്ക് ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളും ഒരേപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 2026 ഫിഫ വേൾഡ് കപ്പ്. ഇത്തവണ ഈ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും? കിരീടം ആര് കൊണ്ടുപോകും? മെസ്സിയോ, റൊണാൾഡോയോ, അതോ നെയ്മറോ? ഫുട്ബോൾ ലോകത്തെ ഈ 3 രാജാക്കന്മാരുടെ സാധ്യതകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ വണ്ടികളുടെ വീഡിയോസ് മാത്രമല്ല, ഇതുപോലുള്ള ട്രെൻഡിംഗ് വിഷയങ്ങളും ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്യാനും മറക്കരുത്. കമോൺ ഗൈസ്, നേരെ വീഡിയോയിലേക്ക്. ആദ്യം തന്നെ നമുക്ക് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ നായകൻ ലയണൽ മെസ്സിയിൽ നിന്ന് തുടങ്ങാം. കഴിഞ്ഞ വേൾഡ് കപ്പോടെ മെസ്സി ഫുട്ബോൾ പൂർണ്ണമാക്കി എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ മെസ്സി ഇപ്പോഴും കളിക്കളത്തിൽ മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുകൂല ഘടകങ്ങൾ, അർജന്റീന ടീമിന്റെ ഒത്തൊരുമയും മെസ്സിയോടുള്ള സ്നേഹവും തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ശക്തി. മെസ്സിയുടെ കളി മെനയാനുള്ള പ്ലേമേക്കിംഗ് കഴിവിന് ഇപ്പോഴും ഒരു കുറവുമില്ല. വെല്ലുവിളി, പ്രായം തന്നെയാണ് പ്രധാന ഘടകം. മുൻപത്തെ പോലെ 90 മിനിറ്റും ഒരേ വേഗതയിൽ ഓടാൻ കഴിഞ്ഞില്ലെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് കളി മാറ്റാൻ മെസ്സിക്ക് ഇപ്പോഴും സാധിക്കും. അർജന്റീന വീണ്ടും ഒരു കപ്പ് നേടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തത് കഠിനാധ്വാനത്തിന്റെ മറ്റൊരു പേരായ ക്രിസ്ത്യാനോ റൊണാൾഡോ. റൊണാൾഡോയ്ക്ക് പ്രായം കൂടുന്നു എന്ന് പറയുന്നവർക്കുള്ള മറുപടി അദ്ദേഹം തന്റെ ഗോളുകളിലൂടെയാണ് നൽകുന്നത്. അനുകൂല ഘടകങ്ങൾ, റൊണാൾഡോയുടെ ഫിറ്റ്നസും ഗോൾ അടിക്കാനുള്ള അടങ്ങാത്ത ദാഹവും. പോർച്ചുഗലിനിപ്പോൾ യുവതാരങ്ങളുടെ ഒരു വൻ നിര തന്നെയുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ്, ലിയാവോ തുടങ്ങിയ മികച്ച കളിക്കാർ റൊണാൾഡോയ്ക്കൊപ്പമുണ്ട്. പ്രതീക്ഷ, തന്റെ കരിയറിലെ അവസാന ലോകകപ്പിൽ ഒരു കിരീടം നേടി ചരിത്രം കുറിക്കാൻ തന്നെയായിരിക്കും CR7 ഇത്തവണ ഇറങ്ങുക. റൊണാൾഡോ ഫാൻസ് ഒക്കെ എവിടെ? ഒന്ന് കമന്റ് ചെയ്യൂ ഗൈസ്. ഇനി നമുക്ക് മഞ്ഞപ്പടയുടെ സുൽത്താനിലേക്ക് വരാം. നെയ്മർ ജൂനിയർ. കഴിഞ്ഞ കുറച്ചു കാലമായി പരിക്കുകൾ നെയ്മറെ അലട്ടുന്നുണ്ടെങ്കിലും നെയ്മർ ഫോമിലേക്ക് തിരിച്ചെത്തിയാൽ ബ്രസീലിനെ തടുക്കാൻ ആർക്കും കഴിയില്ല. അനുകൂല ഘടകങ്ങൾ, വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ തുടങ്ങിയ കിടിലൻ യങ് പ്ലെയേഴ്സ് ഇപ്പോൾ ബ്രസീൽ ടീമിലുണ്ട്. ഇത് നെയ്മറുടെ മേലുള്ള സമ്മർദ്ദം കുറയ്ക്കും. സാധ്യത, ബ്രസീലിന് 6ാം ലോകകപ്പ് ഹെക്സ നേടിക്കൊടുക്കുക എന്നത് നെയ്മറുടെ വലിയൊരു സ്വപ്നമാണ്. ജോഗോ ബോണിറ്റോ സ്റ്റൈലിൽ ബ്രസീൽ ഇത്തവണ കപ്പടിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അപ്പൊ ഗൈസ്, ഈ 3 സൂപ്പർ താരങ്ങളിൽ ആരായിരിക്കും ഇത്തവണ കപ്പിൽ മുത്തമിടുക? മെസ്സിയുടെ അർജന്റീനയോ, റൊണാൾഡോയുടെ പോർച്ചുഗലോ, അതോ നെയ്മറുടെ ബ്രസീലോ? അതോ ഇനി എംബാപ്പയുടെ ഫ്രാൻസ് വന്ന് കപ്പ് കൊണ്ടുപോകുമോ? നിങ്ങളുടെ പ്രവചനങ്ങൾ എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഫേവറിറ്റ് ടീം ഏതാണെന്നും പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഒരു ലൈക്ക് ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു കിടിലൻ വണ്ടി വീഡിയോയുമായോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അടിപൊളി ടോപ്പിക്കുമായോ നമുക്ക് വീണ്ടും കാണാം. Until then, it's me, നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ഫ്രം എക്സ്പെക്റ്റീവ് മോട്ടോഴ്സ്, സൈനിങ് ഓഫ്.